നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആഴ്സണലിനെ എമിറേറ്റ്സിൽ ഗോളടിക്കാൻ വിട്ടില്ല സ്പോർട്ടിങ്. ആദ്യ പാദം സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത് ഒരു ഗോളിന് ജയിച്ചതുകൊണ്ട് അഗ്രിഗേറ്റ് 1-0 വിജയവുമായിട്ടാണ് ഇപ്പോൾ ആഴ്സണൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ സെമി ഫൈനൽ ഫിക്സർ സെറ്റായി. ആരോടൊക്കെ മുട്ടും, എന്നാണ് കളി, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. PSG ലിവർപൂളിനെ അഗ്രിഗേറ്റ് 4-0 ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ടാണ് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. അവരുടെ എതിരാളികളായിട്ട് ബയൺ മ്യൂണിക്ക് വരും. ഇന്നലെ റയലുമായിട്ട് കടുത്ത പോരാട്ടം നടത്തി അഗ്രിഗേറ്റ് 6-4 വിജയത്തിലാണ് ബയൺ മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ സൂപ്പർ പോരാട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ബയൺ മ്യൂണിക്ക് വേഴ്സസ് PSG. രണ്ടാം സെമി ഫൈനൽ മത്സരമാവട്ടെ. ആഴ്സണൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്പോർട്ടിങ്ങിനോട് അഗ്രിഗേറ്റ് 1-0 ജയിച്ച് കയറിയിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് അവരുടെ എതിരാളികൾ. FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തി. അഗ്രിഗേറ്റ് 3-2 FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നത്. സോ അവർ തമ്മിലാണ് സെമി ഫൈനൽ മത്സരം. സെമി ഫൈനൽ മത്സരത്തിൻ്റെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരം ഏപ്രിൽ 28 ഈ മാസം 28 ഇന്ത്യൻ സമയം പറയുമ്പോൾ. ഏപ്രിൽ 29 പുലർച്ചെ 12:30 PSG വേഴ്സസ് ബയേൺ. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 29 അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ പോരാട്ടം. ഈ കളി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 30 പുലർച്ചെ 12:30 PSG വേഴ്സസ് ബയൺ മത്സരം ആദ്യ പാദം ബയണിൻ്റെ പാർക്ക് ഡെസ് പ്രിൻസസിലാണ്, അതായത് PSG മൈതാനത്താണ്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ പോരാട്ടം മെട്രോപൊളിറ്റനോയിലാണ്. രണ്ടാം പാദ മത്സരങ്ങൾ നടക്കുന്നത് മെയ്യിലാണ്. മെയ് 5 ആദ്യ മത്സരം ആഴ്സണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം എമിറേറ്റ്സിൽ നടക്കും. ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 6 പുലർച്ചെ 12:30 കളി. ബയൺ വേഴ്സസ് PSG മത്സരം തൊട്ടടുത്ത ദിവസമാണ്, അതായത് മെയ് 6 അലിയൻസ് അറീനയിൽ നടക്കും. ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 7 പുലർച്ചെ 12:30 രണ്ടാം പാദ സെമി ഫൈനൽ മത്സരം. ഏതായാലും അത് കഴിഞ്ഞ് ഫൈനൽ മത്സരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അത് മെയ് 30 നടക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.